എറണാകുളത്ത് നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ദൃശ്യത്തോടുകൂടി വാർത്താരംഭം ആരംഭിക്കാം. എറണാകുളം വല്ലാർപാടത്തെ ബസ് അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു കയറുകയായിരുന്നു. ബ്രേക്ക് നഷ്ടമായെന്ന് ഡ്രൈവർ വിളിച്ചു പറയുന്നതും ദൃശ്യത്തിൽ കേൾക്കാം. തിങ്കളാഴ്ചയുണ്ടായ ഈ അപകടത്തിൽ 20 പേർക്കാണ് പരിക്കേറ്റത്. നവമി ദിനേശ് ചേരുന്നു. നവമി, ശ്വാസം മുട്ടിപ്പോകുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഞെട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭീകരമാണ്. എങ്കിൽ പോലും 20 പേരുടെ പരിക്കിൽ അത് തീർന്നു എന്ന് ആശ്വസിക്കാം. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എന്താണ്? എൽദോ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നും. അത്ര വലിയൊരു ദൃശ്യമാണ്. പക്ഷേ അത് ആ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ആക്സിഡന്റ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അപകടം ഉണ്ടായില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായിട്ടുള്ളതാണ്. 20ഓളം പേർക്ക്, ഈ ഡ്രൈവർ അടക്കം 20ഓളം പേർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകളെ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ ആശ്വാസമാണ്. പക്ഷെ നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. അതായത് എറണാകുളം ലൈറ്റ് ഹൗസ് റൂട്ടിൽ ഓടുന്ന ഒരു ബസ്സാണിത്. ഇത് കൃത്യമായി പറഞ്ഞാൽ വല്ലാർപാടം കണ്ടെയ്നർ റോഡ് വഴി പോകുന്ന ബസ്സാണ്. അത് വരാപ്പുഴയിലേക്കാണ് പൊക്കോണ്ടിരുന്നത്. അതിനിടയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കേൾക്കാം, ആ ഡ്രൈവർ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് ഉച്ചത്തിൽ അലറുന്നതായി നമുക്ക് കേൾക്കാം. ഇത് കേട്ട് യാത്രക്കാരും വല്ലാതെ പരിഭ്രാന്തരായി നിലവിളിക്കുന്നുണ്ട്. ഈ ബസ് നിർത്താൻ ശ്രമിക്കുന്നുവെങ്കിലും പക്ഷെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനാൽ അത് നിർത്താൻ സാധിക്കുന്നില്ല. ഉടനെ തന്നെ അതിലെ പോയ, ഈ ബസിന്റെ തൊട്ടു മുന്നിൽ പോയ ആംബുലൻസ് ഇടിച്ചു തെറിപ്പിക്കുന്നു. ആ ആംബുലൻസിൽ നട്ടലിന് പരിക്കേറ്റ ഒരു രോഗിയുമായി പോവുകയായിരുന്നു. ആ ആംബുലൻസ് ശക്തമായി ഇടിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തൊട്ടു മുന്നിൽ പോയ ഒരു യുവാവും യുവതിയും യാത്ര ചെയ്ത ബൈക്കിലും ഇടിച്ചു. തൊട്ട് ഫ്രണ്ടിൽ നമുക്കറിയാം, ആ ഓട്ടോ ഡ്രൈവർ കൃത്യമായി ആ ബസ്സിൽ നിന്നും വഴി മാറിക്കൊടുത്തു, ആ ബസ് വരുന്ന റൂട്ടിൽ നിന്നും വഴി മാറിക്കൊടുത്തതുകൊണ്ടാണ് ആ ഓട്ടോയെ ഇടിക്കാതെ നേരെ ബസ് നിർത്തുന്നതിന് വേണ്ടി നേരെ കണ്ടെയ്നറിലേക്ക് കൊണ്ടുപോയി ഇടിച്ചത്. വല്ലാത്തൊരു നമുക്ക് പരിഭ്രാന്തി പരത്തുന്ന ഒരു ദൃശ്യം തന്നെയാണ്. എന്തായാലും വലിയൊരു ഇടിയായിരുന്നു ആ കണ്ടെയ്നർ ലോറിയുമായി നടന്നത്. പിന്നീട് ബസ് വെട്ടിപ്പൊളിച്ചാണ് ഈ ഡ്രൈവറിനെ പുറത്തെടുത്തത്. പക്ഷേ ഡ്രൈവറിനും മറ്റ് യാത്രക്കാർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകളില്ല. നിസ്സാര പരിക്കുകളോടെ കൊച്ചിയിലെ വിവിധ ആശുപത്രികൾ ചികിത്സയിലാണ്. തിങ്കളാഴ്ചയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ, ഈ ബസ്സിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇന്നാണ് പുറത്തു വന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് എൽദോ. ഉറപ്പായും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരു ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായുണ്ടായ, അതേ തുടർന്ന് ഒരു ആംബുലൻസിൽ ആദ്യം ഇടിക്കുന്നു, പിന്നീട് നിരനിരയായി 2 വീലർ പോവുകയാണ്. അതിൽ ഒരു യുവാവും യുവതിയും സഞ്ചരിച്ച ബൈക്കിലേക്ക് ഇടിക്കുന്നുണ്ട്. മറ്റ് 2 പേർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. ഒരു ഓട്ടോറിക്ഷ അപകടം ഒഴിവാകുന്നു, നേരെ ട്രക്കിലേക്ക് ഇടിക്കുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കണ്ട ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക്.